ഹലോ മൈ ഗൈസ്, ഇത് എങ്ങോട്ടെന്ന് അറിയാണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം കണ്ടത് കോഴിക്കോട് ബസ്സാണ്. നേരെ അയക്കാട്ട് ചാടിക്കയറി. കൂട്ടിയത് നമുക്കൊരു സൈപ്പിനെ കിട്ടി. എന്തൊരു വലിപ്പം നോക്കിയാൽ കൈക്കൊക്കെ എന്തായാലും നല്ല സൈപ്പാണ്. എനിക്ക് കോപ്പിക്കൊക്കെ തന്നിട്ടോ. നമ്മൾ നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അതിൻ്റെ മേലുള്ള ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒന്നും പറയാനുള്ള അടിപൊളി ഫുഡ് തന്നെ. ഞാൻ ഒരു ബിരിയാണി ഇട്ടോ വാങ്ങി. ചൂടോണ്ട് പിന്നെ ജാക്കറ്റൊക്കെ നമ്മളെ കൈമേന്നും ഉണ്ടായിന്. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. 1.5 മണിക്കൂർ ഇരുന്നിട്ടാണ് കോഴിക്കോട് നമുക്കൊരു ഓട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അയിലയിലൊക്കെ നടന്നതിന് ശേഷമാണ് ഈ തലയും വാലില്ലാത്ത ഈ ട്രെയിനിനെ കണ്ടത്. ഇതിൻ്റെ വാലെവിടെയെന്ന് കുറച്ച് നേരം നമ്മൾ നോക്കുന്നതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്കാട്ട് വിട്ടിട്ടോ. അവിടെ എത്തിപ്പോയാണെങ്കിലോ പൊരിഞ്ഞ വെയിലും. അപ്പോഴാണ് സ്പീഡ് ബോട്ട് പോകണുണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ അതാ ജാക്കറ്റും വെച്ചേരിട്ടതിന് ശേഷം നമ്മൾ അതിലേക്കാട്ട് ചാടി കയറിട്ടോ. കുറച്ചാട്ടത്തെ നമ്മൾ ഏത് വശത്തു നിന്നാണ് വന്നതെന്ന് പോലും മനസ്സിലാവണില്ല കേട്ടോ. അതിനുശേഷം നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കിടന്ന് ഐസ്ക്രീമായി, ഉപ്പിലിട്ടതായി, കക്കയായി. അപ്പോഴാണ് നമ്മൾ അപ്പുറത്തെ ഒരാൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടോ. എന്തായാലും അടിപൊളി സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ആശാൻ ഡാൻസൊക്കെ കളിക്കുന്നത്. അപ്പോഴാണ് നടന്നു പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി വന്നിട്ട് മോളെ കൈ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മച്ചീനെ കൈയും വിളിച്ചുകൊണ്ട് വന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ലേ. കുറേയൊക്കെ സത്യം തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള സമയമായിരുന്നു. നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മാമൻ വല ഇട്ടിട്ട് 2-3 വലയോളം മീനിനെ പിടിച്ചുകൊണ്ട് വന്ന് കിട്ടും. പിന്നെ വലിയ വലിയ മീനൊക്കെ ചാക്കിലേനും കൊണ്ടുവന്നീനെ. നമ്മൾ കുറേ അതൊക്കെ വേർപിടിപ്പിക്കാൻ നോക്കിയെങ്കിലും നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ വേഗം പോയി കടന്നു തുടങ്ങി. അപ്പം ശരി, ബാക്കി നാളെ.